മഹാരാജ്യത്തെ തലസ്ഥാനത്തെത്തി പ്രസിഡൻസി കോടതിയിൽ പരാതി കൊടുത്തു. രാജാവ് പീഡിപ്പിച്ച് കൊല്ലാറാക്കിയെന്ന് അവൾ പറഞ്ഞങ്ങുന്നേ. ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി, അങ്ങുന്നേ, ജീവിക്കാൻ അനുവദിച്ചാൽ മതി. നിങ്ങളുടെ മകളെ ബലമായി കൂട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അറിയാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. കൂട്ടിൽ ഇടതുവശത്ത് നിൽക്കുന്നത് അദ്ദേഹമാണ്. യുവർ ഓണർ, വിറ്റ്നസ് ഹാസ് ഐഡന്റിഫൈഡ് ദ അക്യൂസ്ഡ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ക്രോസ് എക്സാമിനേഷൻ. നിങ്ങളുടെ മകളെ പിടിച്ചോണ്ട് പോയതായി പറഞ്ഞല്ലോ. ഈ പിടിച്ചോണ്ട് പോയതായി പറയുന്ന ആൾ രാജമുദ്ര ഉള്ള അംഗവസ്ത്രമായിരുന്നോ ധരിച്ചിരുന്നത്? അതെ. അപ്പോൾ വന്നത് രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? മനസ്സിലായി. നിങ്ങളുടെ മകളെ രാജ്യത്തിന്റെ പൊതുവായ ആവശ്യത്തിന് നിയമപരമായി കൊണ്ടുപോയതാണ് എന്ന് പറയുന്നു. അങ്ങനെ എനിക്കറിയില്ല. എന്തായാലും മകളെ രാജാവിന് അടിയറവ് വെച്ചു എന്നതും അവളെ അന്തഃപുരത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത സംഭവമാണ്. എൻ്റെ മകൾ പറഞ്ഞ കേട്ടറിവാണ്. രാജകൊട്ടാരവും മറ്റും കണ്ട് മതിഭ്രമം ബാധിച്ച നിങ്ങളുടെ മകൾ കളവ് പറഞ്ഞതാണ് എന്ന് പറയുന്നു. Objection. This is a scandalous question. It was something spoken by the victim to her father. My friend should realize that hearsay evidence is not admissible in our legal system. പറഞ്ഞു കേട്ട് അറിവ് വെച്ച ഒരാൾക്കെതിരെ തെളിവ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. We will discuss the legal points later. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ രാജാവിനെതിരെ പരാതി കൊടുത്തത്? ഒരു ചെറുപ്പക്കാരനായ സന്യാസി. ആളെ കണ്ടാൽ തിരിച്ചറിയുമോ? മുഖം കൃത്യമായി ഓർമ്മയില്ല. അതൊരു സന്യാസിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? രാജ്യത്തിന്റെ ശത്രുവായ അയൽ രാജ്യത്തെ ചാരനായിരുന്നു എന്ന് പറയുന്നു. അങ്ങനല്ല, ഒരിക്കലുമല്ല. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? സന്യാസി ശ്രേഷ്ഠനും സന്യാസി വേഷധാരിയായ ചോരനും സന്യാസ വേഷധാരിയായ ചാരന്മാരും ഭിക്ഷുകിയും വേറെ വേറെയാണ്. രാജഭരണത്തിനെതിരെയും പൊന്നു തമ്പുരാനുമെതിരെയും ഗൂഢാലോചന നടത്തുന്ന ചിലർ നിങ്ങൾക്ക് പൊന്നും പണവും തന്ന് തലസ്ഥാനത്ത് പരാതി നൽകിച്ച് രാജ്യദ്രോഹം ചെയ്തു എന്ന് പറയുന്നു. No answer. That's all, Your Honor. Cross examination for the minister. Who is appearing for the minister? I am appearing for the minister, Your Honor. Any cross? No further cross, Your Honor. ശരിയല്ല, ഇത് ശരിയല്ല. പ്രജാസുഖേ സുഖം രാജ്ഞപ്രജാനഞ്ച ഹിതേ ഹിതം നാത്മപ്രിയം ഹിതം രാജ്ഞപ്രജാനന്ദ പ്രിയം ഹിതം എന്നാണ്. ശരിയല്ല. സ്വാമിക്ക് നല്ല കഴിവാട്ടോ. ഇങ്ങനെ ആർക്കും വാദിക്കാൻ പറ്റില്ല. എല്ലാവർക്കും പറ്റും. എനിക്കും പറ്റുമോ? പറ്റും. എങ്ങനെ? കുണ്ടലിനി മന്ത്രം പഠിക്കണം. പഠിക്കാം. കുണ്ടലിനിയെ ഉണർത്തണം. ഉണർത്താം. സ്വാമി പഠിപ്പിച്ചാൽ മതി. Call the next witness. CW2 ഗോപി കിഷൻ. ദൈവത്തിന്റെയും പൊന്നു തമ്പുരാന്റെയും പേരിൽ കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചു കൊള്ളാം. ദൈവത്തിന്റെയും പൊന്നു തമ്പുരാന്റെയും പേരിൽ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. Proceed. എന്താണ് നിങ്ങളുടെ ജോലി? പാട്ടുകാരനാണ്. ക്ഷേത്രത്തിൽ പാടാൻ പോകാറുണ്ട്. എവിടെയാണ് വീട്? ചിത്രപുരി ഗ്രാമത്തിൽ. ഇവിടെ ഈ കോടതിയിൽ സാക്ഷ്യം പറഞ്ഞ കൃഷ്ണുണ്ണിയെ നിങ്ങൾ അറിയുമോ? അറിയാം. എങ്ങനെ അറിയാം? എൻ്റെ വീടിൻ്റെ അടുത്താണ് കൃഷ്ണനുണ്ണി അമ്മാവൻ്റെ വീട്. സംഭവം നടന്ന ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നാൽ പറഞ്ഞോളൂ. അന്ന് ഞാൻ രാവിലെ ഏറെ വൈകിയാണ് എഴുന്നേറ്റത്. തലേദിവസം രാത്രി ക്ഷേത്രത്തിൽ ഗാനസന്ധ്യ ഉണ്ടായിരുന്നു. അന്ന് കണ്ണുകൾക്കൊക്കെ എന്താ ഒരു തിളക്കം. കണ്ണിലേക്കൊന്ന് നോക്കാൻ പോലും പറ്റില്ലായിരുന്നേ. സൈന്യാധിപനായിരിക്കോ?
എന്താ നീ എണീറ്റോ? എന്താ പറഞ്ഞോണ്ടിരുന്നത്? കവലയിലെ കുതിരപ്പുറത്ത് ഒരാൾ വന്നു, വല്ലാത്ത തേജസ്സുള്ള ഒരാൾ. എന്നിട്ട് കുന്നുംപുറത്ത് അപ്പൻ അമ്പലം ചോദിച്ചാ വന്നേ, അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അമ്പലത്തിലേക്ക് ഓടുമ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഞാൻ ഓടി അമ്പലത്തിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ ദേവയാനിയുടെ വീട് കാണാം. ഞാൻ ഭയന്ന് തന്നെ സംഭവിച്ചു. എതിർക്കുന്നത് ആരോടെന്ന് നനച്ചു? നീ കണ്ണുമൂട്, ഇല്ലെങ്കിൽ ഞാനത് ചൂഴ്ന്നെടുക്കും. എൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തോളൂ. ദേവയാനി വെറുതെ വിടും. എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒന്നും. ദേവയാനിയെ പിടിച്ചുകൊണ്ട് മന്ത്രിദേഹം പോയി. അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു? ഈ മാല നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. ഞാൻ മന്ത്രിദേഹത്തെ തടഞ്ഞപ്പോൾ അവിടെ പൊട്ടി വീണ അദ്ദേഹത്തിന് തന്നെ മാലയാണിത്. ഞാൻ തെളിവിനായി എടുത്തു വെച്ചതാണ്. മേ ബി മാർക്ക്ദാസ് MO1. ദേവയാനിയെ പിടിച്ചുകൊണ്ട് പോയ ആളെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? That's all you know. അശ്വാരൂഢനായ ഒരാൾ പോയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓടി ദേവയാനിയുടെ വീട്ടിൽ പോകാൻ എന്താണ് കാരണം? സാധാരണ അങ്ങോട്ടേക്ക് ആരും പോവാറില്ല. കവർന്നെടുത്തുകൊണ്ട് പോകാൻ ആ പ്രദേശത്ത് വിലപിടിപ്പുള്ളതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഏറ്റവും വിലപിടിച്ചത് ദേവയാനിയാണ്. നിങ്ങൾക്ക് ദേവയാനിയുമായിട്ട് എന്താണ് ബന്ധം? എനിക്ക് ചെറുപ്പം തൊട്ടേ ദേവയാനി ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇക്കാര്യം നേരിട്ട് ഇതുവരെ ദേവയാനിയോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ദേവയാനിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നത്. ആട്ടെ, വന്നത് എന്ത് കാര്യത്തിനാണെന്ന് അറിയാമോ? ദേവയാനിയെ പിടിച്ചുകൊണ്ടുപോയി രാജാവിന് സമർപ്പിക്കാൻ. അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഊഹിച്ചു. ഊഹിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള സ്ഥലമല്ല കോടതി. കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഗന്ധിച്ചതും മാത്രമാണ് തെളിവ്, നിങ്ങളുടെ ഊഹങ്ങളല്ല. അയാളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. But this is a fact-finding forum, and fact is perceived by sense, not by the whims and fancies of someone. Avoid interfering in the cross-examination. നിങ്ങളുടെ ഊഹം മാറ്റി നിർത്തി ഉത്തരം പറയണം. രാജസേവകൻ അവിടെ എത്തിയത് എന്ത് കാരണത്തിനാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വന്ന രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ തടഞ്ഞ് പരിക്കേൽപ്പിച്ചു, ശരിയല്ലേ? ദേവയാനിയെ തട്ടിക്കൊണ്ടുവന്ന് നോക്കിയപ്പോ നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം പറയൂ. നിങ്ങൾ തടഞ്ഞിരുന്നോ? തടഞ്ഞിരുന്നു. നിങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ എത്തിയ ഉന്നത ഉദ്യോഗസ്ഥനെ കൃത്യത്തിൽ നിന്ന് തടഞ്ഞതിനും പരിക്കേൽപ്പിച്ചതിനും EPCയിലെ 353, 330 വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു. കൂടാതെ രാജഭരണം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനക്കാരുമായി ചേർന്ന് കള്ളപ്പരാതിക്കാരന് വേണ്ടി കള്ളസാക്ഷി മൊഴി പറയുന്നു എന്ന് പറയുന്നു. ഞാൻ കണ്ട കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദേവയാനിയോടുള്ള ഭ്രാന്തമായ പ്രണയം കാരണം നിങ്ങൾ ഭ്രമചിന്തകളാൽ കളവ് പറയുന്നു. That's all, Your Honor. Any cross for the defense counsel? No cross, Your Honor. Not even a single question. ഈ നടുവാനിക്ക് മരുന്ന് മന്ത്രം വല്ലതും ഉണ്ടോ സ്വാമി? ഉണ്ട്. ബോധിവൃക്ഷത്തിൻ്റെ സത്വത്തെ മനസ്സിലാക്കി ആൽമരം പിഴുതെടുത്ത വേരിൽ നിന്ന് താഴോട്ട് നോക്കണം, അല്ലാതെ ഇലയിൽ നിന്ന് വേരിലേക്ക് നോക്കരുത്. അടുത്ത സാക്ഷി വിളിച്ചോളൂ. CW3 ദേവയാനി ഉണ്ണി. You want in-camera trial? No, Your Honor. Let the proceedings be transparent. ദേവയാനി,
കേസിന്റെ വിചാരണ അടച്ചിട്ട മുറിയിൽ വേണം, മറ്റാരും കേൾക്കാതെ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ എന്തു പറയുന്നു എന്നുള്ളത് ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ലോകം അറിയണം. വീട്ടിലേക്ക് കയറിക്കോ. യു മേ പ്രൊസീഡ്. ദൈവത്തിന്റെയും പൊന്നു തമ്പുരാന്റെയും പേരിൽ കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചു കൊള്ളാം. ദൈവത്തിന്റെയും പൊന്നു തമ്പുരാന്റെയും പേരിൽ സത്യം മാത്രം ബോധിപ്പിച്ചു കൊള്ളാം. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞോളൂ. ഞാൻ മാഘമാസം 14-ാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ പോയി വീട്ടിൽ തിരിച്ചു വന്ന് വിളക്കുകൾ തുടച്ചു വയ്ക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് കുതിരക്കുളമ്പടിയുടെ ഒച്ച കേട്ടു. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ആ കുളമ്പടി ഒച്ച നിലച്ചു. വന്ന ആള് എന്നെക്കുറിച്ച് അന്വേഷിക്കണ കേട്ടു. ഞാൻ ശ്രദ്ധിച്ചു എന്താ പറയണേന്ന്. എന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണെന്നും വന്ന ആള് രാജ്യത്തെ മഹാമന്ത്രിയാണെന്നും സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. മന്ത്രി അദ്ദേഹം വീടിനുള്ളിലേക്ക് വന്നു. ഞാൻ പേടിച്ചു പോയി. അഭിനന്ദനങ്ങൾ ദേവയാനി. രാജകൊട്ടാരത്തിൽ നിനക്കായി വലിയ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ. ഇപ്പോൾ തന്നെ നമുക്ക് പുറപ്പെടണം. ഇപ്പോൾ തന്നെ. എനിക്ക് ആ ഭാഗ്യം വേണ്ട. എനിക്ക് അച്ഛൻ്റെ കൂടെ നിന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങുന്നേ, എൻ്റെ മകളുടെ കന്യാദാനം നിശ്ചയിച്ചിട്ടില്ല. സാവകാശം തരണം, സാവകാശം തരണം. കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. ഒരുപാട് കാലം സഞ്ചരിക്കാനുണ്ട്. തർക്കിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു വലിച്ചു. എൻ്റെ കയ്യിലെ കുപ്പിവളകൾ പൊട്ടിത്തകർന്ന് കൈ മുറിഞ്ഞു. എന്നെ പിടിച്ച് വീടിൻ്റെ പുറത്ത് കൊണ്ടുവന്നു. തടയാൻ വന്ന ഗോപിച്ചേട്ടനെ അടിച്ച് താഴെയിട്ടു. എന്നെ കുതിരപ്പുറത്ത് കൊണ്ടുപോയി.